ഇവിടെ ആലുവാങ്കുടി ശിവക്ഷേത്രത്തിൽ അവിടെ ഒരു അത്ഭുത കുളമൊക്കെ ഞങ്ങൾ അവിടെ വന്നപ്പോഴേക്കും ഒരു ഭയങ്കര അനുഭവം ഉണ്ടായിരുന്നു. പ്രോഗ്രാം തുടങ്ങിയപ്പം ഭയങ്കര ആള് ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ SI പാർട്ടിയൊക്കെ വന്ന് ഞങ്ങൾക്ക് സംരക്ഷണം തന്ന ഒരു സംഭവമായിരുന്നു, അനുഗ്രഹമായിരുന്നു. ആലുവാങ്കുടി ക്ഷേത്രത്തിന്റെ ഭയങ്കര ഇവിടെ വരാൻ ഭയങ്കര ഈ ദേവിയുടെ അനുഗ്രഹം. ഞങ്ങളിവിടെ പറക്കുളം ദേവി ക്ഷേത്രം അനുഗ്രഹം എനിക്ക് തോന്നുന്നു ഇവിടെ അനുഗ്രഹിച്ച് ഞങ്ങൾ കൊണ്ടുവന്നതായിരുന്നു. ഞങ്ങളിവിടെ കൊണ്ടുവന്നതായിരുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. അത് ഇന്ന് ഒരുപാട് പരിപാടി, ഇന്ന് 3 പരിപാടി ഉണ്ടായിരുന്ന ഇവിടത്തേക്ക് ആദ്യം കിട്ടിയത്. ഇവിടെ ആദ്യം വന്നത് ഇദ്ദേഹം നമ്മുടെ കൃഷ്ണവേഷം അണിയുന്ന ആളാണ് നമുക്ക് ആദ്യം തന്നത്. അപ്പം ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പരിപാടി നാളെയും മറ്റന്നാളും ഒക്കെ ഇങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഭഗവാന്റെ ഒരു അനുഗ്രഹം. സാർ എത്ര വർഷം കൊണ്ട് ഇത് ചെയ്യും? ഞാനിപ്പോ ഇത് 2018 മുതൽ കുചേല വേഷം, 2018 മുതൽ ഈ സപ്താഹ വേദികൾ സുധാമാവായിട്ട് വേഷമണിയുന്നു. പിന്നെ അതിനു മുമ്പ് വിദ്യാഭ്യാസ കാലത്തൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് നൃത്തം, പാടി, നാടകം, അല്ലെങ്കിൽ അമച്ചൂർ നാടകങ്ങളിലൊക്കെ ഇങ്ങനെ ആലപ്പി രംഗനാഥൻ, അയിരൂർ സദാശിവം, നമ്മുടെ അമ്പലപ്പുഴ കൃഷ്ണൻകുട്ടി സാറ് നൃത്ത സംവിധാനം അവരുടെ ഇങ്ങനെ പ്രോഗ്രാമിൽ പോയി. ഇപ്പം വയസ്സ് 74 കടക്കുക. ഭഗവാൻ അനുഗ്രഹം ഇതുവരെ ഒരു കുഴപ്പമില്ല. ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹവശത്തിന് ഇങ്ങനെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായിട്ട് ഈ സുധാമാവിന്റെ വേഷം എന്ന് പറയുമ്പോൾ ഒരു ഭഗവാനെ കാണാൻ ഒരുപടി അവരുമായിട്ട് പോകുന്ന ഒരു ഭാഗം, ആ ഭാഗം അത് നമ്മളത് പാരായണം ഇങ്ങോട്ട് തരുമ്പോൾ തന്നെ നമ്മൾ കണ്ണു. അതൊരു ഭയങ്കര അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഞാനങ്ങ് ജീവിക്കുക, അഭിനയിക്കുകയല്ല. ആ ഭാഗം അതിനകത്തങ്ങ് ഉൾക്കൊണ്ട് ജീവിക്കുക, കണ്ണു നിറയും. പറയുമ്പോൾ തന്നെ അത് കണ്ണു നിറയുന്ന ഒരു ഭാഗമാണ്. ശരിയാ, ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എനിക്ക് അനുഗ്രഹമായിട്ട് തന്നതായിട്ട് ഭഗവാന്റെ ആ നിയോഗം, ഭഗവാന്റെ നിയോഗം. അങ്ങനെ ചെറുകോൽ ബാലകൃഷ്ണൻ, ആറന്മുള ബാലകൃഷ്ണൻ എന്നാണ് എല്ലാവരും മറ്റുള്ള തിരുവാറന്മുളയപ്പന്റെ മണ്ണിൽ നിന്ന് കിട്ടിയ ബാലകൃഷ്ണൻ. അങ്ങനെയാണ് തിരുവാറന്മുളയപ്പന്റെ അനുഗ്രഹം. ഒരുപാട് സന്തോഷം.